ബിസിനസ് ഓണേഴ്സിന് മെറ്റാ ആഡ്സിനെ പറ്റിയിട്ട് തെറ്റായ ധാരണയാണുള്ളത്. ചിലരൊക്കെ മാക്സിമം 500,000 ഒക്കെയാണ് ഡെയിലി ആഡ് സ്പെൻഡ് ചെയ്യണത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കും. ശരിക്കും ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ മെറ്റാ ആഡ്സ് വർക്ക് ചെയ്യണത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെറ്റാ ആഡ് അക്കൗണ്ട് കറക്റ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ആഡ് എത്തിക്കാനായിട്ട് ലേണിംഗ് സ്റ്റേജിലായിരിക്കും. അതായത് ആഡ്സ് ചെയ്യുന്ന ആൾക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും. കുറച്ച് ഓഡിയൻസിനെയും കുറച്ച് ക്രിയേറ്റീവ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിയേറ്റീവ്സ് എന്ന് പറയുന്നത് വീഡിയോസ്, പോസ്റ്റേഴ്സ്, കരോസെൽസ്, പിന്നെ അതിൽ തന്നെ പല പല ഹുക്ക്, ആഡ് കോപ്പീസ്, കോണ്ടന്റ്, ഇതെല്ലാം കൂടെ ടെസ്റ്റ് ചെയ്ത് നല്ല റിസൾട്ട് തന്നത് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് ആണ്, ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ്, കോപ്പി ആണെന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ 1-2 മാസം എടുക്കും. ഒട്ടും റിസൾട്ട് കിട്ടൂല എന്നല്ല പറയണത്, റിസൾട്ട് കിട്ടും, പക്ഷെ ബെറ്റർ ആയിരിക്കില്ല. ലോങ് ടേമിലേക്ക് അത് ഉപകാരപ്പെടില്ല. മെറ്റ ആഡ്സിൽ നിന്നും ബെറ്റർ ആയിട്ട് ഷോർട്ട് ടേമിൽ തന്നെ റിസൾട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള മിക്ക ബിസിനസ്സുകളും 1 lakh 2 lakh സ്പെൻഡ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതായത് മെറ്റ തന്നെ അതിൽ അത്യാവശ്യം ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്യണവർക്കും പല പല ക്രിയേറ്റീവ്സ് ടെസ്റ്റ് ചെയ്യണവർക്കും ആണ് നല്ലൊരു റിസൾട്ട് കൊടുക്കുന്നത്. പക്ഷെ സ്പെൻഡിൽ മാത്രമല്ല കാര്യമാണ്, പല ടൈപ്പ് ഓഫ് ഹുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം, പല ടൈപ്പ് ഓഫ് ക്രിയേറ്റീവ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് വിന്നിങ് ആഡ്സ് ഏതാണ്, വിന്നിങ് ക്രിയേറ്റീവ്സ് ഏതാണ്, അത് വേണം സ്കെയിൽ ചെയ്യാനായിട്ട്. വൺസ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ബിഹേവിയേഴ്സും ഡാറ്റയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോങ് ടേമിലേക്ക് റീടാർഗറ്റിങ്ങിനും പല ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഉപകാരപ്പെടും. അപ്പോ ഭയങ്കര ചെറിയ ബഡ്ജറ്റിൽ ആഡ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മെറ്റ ആഡ്സിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി.